എന്നാലും ഒരു പയ്യനെ കണ്ടു, ഈ പറഞ്ഞു ഒരു പയ്യനെ കണ്ടിട്ട് ഫസ്റ്റ് ലുക്കിലെ ഒരു ഓക്കെ ആയി, എങ്ങനെ, ഹൗ വിൽ യു അപ്രോച്ച് ദാറ്റ് ഗൈ? എന്നിട്ട് എത്ര കുട്ടികളാണ് വേണം എന്ന് ആലോചിച്ചിരുന്നത്? അപ്പൊ 26 ഉണ്ണി മുകുന്ദനോട് ചെറിയൊരു ക്രഷ് ഉണ്ടെന്നാണ് പറഞ്ഞു വന്നേക്കുന്നത്. അയ്യോ, ഉണ്ണി മുകുന്ദനാണ് എന്റെ ചൈൽഡ്ഹുഡ് ക്രഷ്. എനിക്ക് കണ്ടാലേ അത്ര വലിയ ഹൈറ്റ് ബോഡി എല്ലാം കണ്ടാലേ ഞാൻ വന്ന് ആയിപ്പോകും. ആ കണ്ണാണോ ചിരിയാണോ ഉണ്ണിയുടെ ഇത്രയും അട്രാക്ട്? ഫണ്ണ് എങ്ങനെ ഫണ്ണ്? ഈ മീര അനിലിനെ കണ്ണെടുത്ത് ആ കണ്ടുകൂടാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് അടിച്ച് പ്രതിഷേധിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഇവരുടെ മറ്റേ ഈ മൈൽസ്റ്റോൺ മേക്കറിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, ആ പ്രോഗ്രാമിൽ മീര അനിലിന്റെ വർത്തമാനം കേട്ടപ്പോൾ പിടിച്ച് വരയ്ക്കാൻ തോന്നി. അമ്മാതിരി മറ്റേ അടുത്ത ചോദ്യങ്ങളാണ് ഈ മറ്റേ ആങ്കറിങ്ങിന്റെ മലയാളം തോന്നുന്നത് ആ സംഭവം ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് വിളിച്ചു പറയുന്ന മൊത്തം അപരാധമാണ്. എന്തായാലും ഈ ശിവാംഗിനിയെ അറിയാലോ, ശിവാംഗിക്ക് മറ്റേ ഡിജിറ്റൽ ക്യൂൻ എന്ന് പറയുന്ന ഒരു അവാർഡൊക്കെ കൊടുത്ത് തലയിൽ വച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് വന്നപ്പോ ഈ മീര അനിൽ ആങ്കറിങ് ചെയ്തുകൊണ്ടെന്ന് അവള് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സത്യം പറയല്ല പെരുത്ത് കയറും. ഇമാതിരി അപരാധം വിളിച്ച് പറയും ഇവളെ പോയിട്ടേ പറ്റത്തുള്ളൂ. എന്തോന്നല്ലേ തറ നിലവാരം, ഇതിനേക്കാളും പണ്ടത്തെ മംഗളം കൊള്ളാം സത്യം. അതിനേക്കാളും താഴ്ന്ന ലെവലിലുള്ള ചോദ്യങ്ങളായിപ്പോയി. ഒരാള് വരുന്ന സമയത്ത് അവരുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവർ വന്ന വഴികളെ കുറിച്ചിട്ടോ സ്ട്രഗിൾ ചെയ്ത വഴികളെ കുറിച്ചിട്ടോ ഒക്കെ ചോദിക്കുന്ന ഒക്കെയാണ്. ഇത് ഫണ്ണെന്നുള്ള രീതിയിൽ കുറെ കൊണ്ണാണ് ചോദിച്ചു വയ്ക്കുന്നത്. ചോദിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചിരിക്കാനുള്ള വകുപ്പുള്ളൂ. ചളുവോ ചളു. 2026 മീര അനിൽ തനിക്ക് ബോധമില്ല ഇത്രയും ചളു അടിച്ച് വാരി കൂട്ടാനായിട്ട്. ഇങ്ങനെയും ഉളുപ്പില്ലാത്ത കുറെ ടീമുകൾ. എന്തായാലും ആദ്യം ശിവാംഗിക്ക് സംഭവം മറ്റേ നമുക്കൊന്ന് കണ്ടുപോകാം. ഡിജിറ്റൽ ക്വീൻ 2025 ശിവാംഗി കൃഷ്ണകുമാർ. സോ ലെന ചേച്ചി ഒരു ക്രൗൺ കൂടി ഞങ്ങൾ ഒന്ന് ചൂടിക്കൊടുക്കുകയാണ്. ഞങ്ങളുടെ ഡിജിറ്റലിന്റെ തന്നെ താരറാണി ആയതുകൊണ്ട് ശിവാംഗിക്കുള്ള ഒരു ക്രൗൺ സൈചേട്ടൻ കൂടി ഒന്ന് ഷെയർ ചെയ്ത് സൈചേട്ടന്റെ വൈഫിനോട് ഞങ്ങൾ പറഞ്ഞേക്കാം, ഒന്നും പേടിക്കണ്ട. അതായത് ലെനയും ഷൈഗോർപ്പും കൂടിയാണ് മറ്റേ വച്ചു കൊടുത്തത്. അപ്പോൾ ഷൈചേട്ടന്റെ അടുത്ത് പറയണ ചേട്ടാ പേടിക്കണ്ട, ഞങ്ങൾ ഭാര്യയുടെ അടുത്ത് പറഞ്ഞോളാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഡിവോഴ്സിലോട്ട് നേരെ പോണം. എന്ന് പോവാ മീര അനിലേ, ഞാൻ വേറെ ഒന്നും വിളിക്കണില്ല. ചോറി വർത്താനം ചോദ്യം എന്തോ വലിയ സംഭവമാണെന്നാണ് വിചാരം. ചളുവങ്ങ് അടിച്ച് തള്ളുവാണ്. എങ്ങനെ ഇതൊക്കെ പിടിച്ചിരിക്കുന്നത്? അവിടെ ഇരിക്കുന്നവരൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് ചിരിക്കുക. ഒരു പ്രോഗ്രാമിനെ വിളിച്ചിരുത്തിയിട്ട് വായി തോന്നുന്ന അപരാധം മൊത്തം വിളിച്ചു പറയും. ഇനി ഇതിനു ശേഷം വേറൊരു മൊണ്ണ അവിടെ കയറുന്നുണ്ടായി, നേരെ അനീഷ്. അവൻ വന്നിട്ട് അവൻ സ്വയം പൊക്കി കുറെ അടിച്ചു, അവസാനം കയറിപ്പോയി. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ കുറെ ബോധമില്ലാത്ത കുറെ ടീമുകൾ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശൈജണ്ണൻ വന്ന് നിന്നപ്പോഴ് നമ്മുടെ മീര ചേച്ചി പറയാണ്, അണ്ണാ ഭാര്യയുടെ അടുത്ത് നമ്മൾ പറഞ്ഞോളാം. ഇത് ഒരു തൊപ്പി കൊടുത്തെന്ന് വെച്ച് ഭാര്യ എന്ത് ചെയ്യാൻ പിടിച്ച് വിഴുങ്ങുമോ? എന്തോന്നല്ലേ എന്തരേ നിന്റെ പേരും മറന്നില്ല മീര അനിലെ. നിനക്ക് കുറച്ചെങ്കിലും ബോധം വേണ്ടേ? നീ എന്തുവാ ഇത്? പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കറിയാം ഇത്രയും വ്യൂസിന് ഇത്രയും പൈസയൊക്കെ യൂട്യൂബ് ഡിജിറ്റൽ മീഡിയ തരും എന്ന് നമുക്കറിയാം, ചേച്ചിക്ക് അറിയാം. അപ്പൊ ഇത്രയും പൈസയൊക്കെ എന്ത് ചെയ്യുന്നു ഈ ചെറിയ പ്രായത്തില്? പുഴുങ്ങി തിന്നും. ഇതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് പുഴുങ്ങി തിന്നും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. എന്നിട്ട് ഇനി അപ്പിയിടും. അവിടെ ക്ലോസറ്റിന്റെ അകത്ത് പോയിട്ട് എത്തി നോക്ക് എങ്ങനെ കിടക്കണമെന്ന്. ഷേപ്പും കൂടി വരച്ചെടുത്ത് കളർ നോക്കിയിട്ട് പോ. ഞാൻ പറഞ്ഞ തീരെ തറയായി പോവും. എന്തോന്നല്ലേ ഇതൊക്കെ? പൈസ എന്ത് ചെയ്യുന്നു? നീ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? മീനാണ് ഇല്ല അതിരിക്കട്ടെ. നിനക്ക് കിട്ടുന്ന പൈസക്ക് നീ എന്ത് ചെയ്യുന്നു? പുഴുകി തിന്നണ എന്ത് ചെയ്യുന്നേ? കുറെ ഉണ്ടാക്കി കാണുമല്ലോ. കൊണച്ച് ആങ്കറിങ് ആണെങ്കിലും കുറെ പരിപാടിയും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറെ ഉണ്ടാക്കി കാണുമല്ലോ. എന്ത് ചെയ്യുന്നു ഇതൊക്കെ? എന്തോന്നല്ലേ ഒരാൾ വന്ന് അവർക്ക് അവാർഡും കൊടുത്തിട്ട് മറ്റേ കോണാത്തിലെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ്, നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. അവരുടെ അച്ചീവ്മെന്റ്സിനും കാര്യങ്ങളൊക്കെ പറ്റി ചോദിക്കുക. അല്ലാണ്ട് വല്ല വായിക്ക് തോന്നി കോതയ്ക്ക് പാട്ടും വിളിച്ചു പറഞ്ഞാൽ എന്ത് വിവരക്കേടാ ഇതൊക്കെ? ഇതിനൊക്കെ ആറാ പിടിച്ച് ആങ്കറിങ്ങിന് നിർത്തിയേ? ഞാൻ യൂട്യൂബിലിട്ട് ഒരു കുറെ നാളായി, അത്ര ഇടാറില്ല ഇപ്പൊ. അല്ല മറ്റുള്ള കാരണം യൂട്യൂബ് ചാനലിലെല്ലാം കൊടുക്കുന്നില്ല യുവർ ഇന്റർവ്യൂ കണ്ടന്റ്. ഞാൻ എവിടെ സമ്പാദിക്കുന്നു? അവരല്ലേ സമ്പാദിക്കുന്നത്. ഒന്നും പൈസ ഒന്നും തരുന്നില്ല. ഇല്ല. ഓ മൈ ഗോഡ്. അപ്പൊ സ്നേഹത്തിന് വേണ്ടിയാണോ ഇത് കൊടുക്കുന്നത്? മൈൽസ്റ്റോൺ മേക്കേഴ്സ് അത്ര ഇന്റർവ്യൂ വ്യൂസ് പോയി. ഒരു പാതി ഷെയർ എനിക്ക് വേണം ആക്ച്വലി. ഓ മൈ ഗോഡ്. അതായത് മൈൽസ്റ്റോൺ മേക്കറിലുള്ള ഇന്റർവ്യൂലൊന്നും ഒരു പാതി ഷെയർ പോലും കൊടുത്തില്ല എന്നൊക്കെ ശിവാംഗി പറയുന്നുണ്ട്. അപ്പൊ ഓ മൈ ഗോഡിലോട്ട് മീര അനിൽ ചാടിയിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വിവരക്കേട് ഒരു ഘോഷയാത്ര ആക്കി കൊണ്ട് നടക്കുന്ന മീര അനിലിന് ഇതൊന്നും ഒരു പുത്തരിയല്ല. മിനിമം 1 കോടിയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിന് കൊടുക്കണം. ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു കിരീടത്തിൽ ഇത് ഒതുക്കാന്ന് വിചാരിക്കണ്ട. മിനിമം 1 കോടിയെങ്കിലും കൊടുക്കണമെന്ന്. നീയും കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ മീര അനിൽ. അതിലൊന്നും കുറച്ച് കോടി എടുത്ത് കൊടു. കുറെ ഉണ്ടാക്ക്. നിങ്ങൾ എല്ലാവരും മാറി കയറി ഉണ്ടാക്ക്. പക്ഷെ ഉണ്ടാക്കൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ പറ. കറക്റ്റ്. ഇന്റർവ്യൂല് എന്താ ആക്ച്വലി ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്താ, നിങ്ങൾക്കൊരു പബ്ലിസിറ്റി അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്കും ഒരു പബ്ലിസിറ്റിയാണ്. സോ അതുകൊണ്ട് ആ ഒരു ടേംസിൽ നമ്മൾ ഒന്ന് പോയി ജാലിയ സംസാരിച്ചിട്ട് വരണം.
ഓക്കെ, പക്ഷെ ഇത്രയും വരുമ്പോൾ ഭയങ്കര സുന്ദരിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ വൈറ്റ് ഡ്രസ്സിൽ എനിക്ക് തോന്നുന്നു ഈ ഫെയറി ടെയിലെ പ്രിൻസസ് ഒക്കെ വരുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഫെയറി ടെയിലെ പ്രിൻസിനെ പറ്റി പറയണം. ഇത് എവിടെ തിരിഞ്ഞാലും ഈ ഒരു ക്വസ്റ്റ്യൻ എന്നെ ഒന്ന് വിടുന്നില്ലപ്പാ. എനിക്കൊന്ന് എന്താന്നാ ലെന ചേച്ചിയുടെ സ്റ്റോറി സൂപ്പർ ഉണ്ടായിരുന്നു. ഞാനും വന്ന് എവിടെയെങ്കിലും ആരെങ്കിലും എന്നെ ഇന്റർവ്യൂ കണ്ട് എന്നെ വന്ന് സാർ മാരി വന്ന് പ്രപ്പോസ് ചെയ്യും. അല്ല ഒരു ഞാൻ നോക്കുന്നില്ല, വർക്കൗട്ട് ആവുന്നില്ല. ആരെങ്കിലും ഇന്റർവ്യൂ കണ്ട് എന്നെ തേടി വന്നാലേ ഉള്ളൂ. ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും കാശ് സമ്പാദിക്കുന്ന, ഇത്രയും സംസാരിക്കുന്ന ഒരു കുട്ടിയെ തേടി ആരും വരുന്നില്ല. അല്ല, ഇനി നിനക്കിപ്പോ വിഷമമുണ്ട്, ആരും വരുന്നില്ലെങ്കിൽ നീ ഒരു കല്യാണം ആലോചിച്ചു കൊടു, പ്രശ്നങ്ങൾ തീരട്ട്. നീ ബ്രോക്കർ പണിയും കൂടി ആറ്റിട്ട്, എന്നിട്ട് അതും കൂടി ചെയ്തു കൊടു. കല്യാണം കഴിപ്പിച്ച് കെട്ടിച്ചിട്ട് അതിന് ഇത്ര ശതമാനം നീ കമ്മീഷൻ അടി, പ്രശ്നം തീർന്നല്ലേ? അവൾക്ക് അങ്ങ് ഭയങ്കര വിഷമം. ആർക്ക്? മീരയ്ക്ക് ഭയങ്കര വിഷമം. അയ്യോ ശിവാങ്കി ഇത്രയും കോടി സമ്പാദിക്കുന്നു, ഇത്രയും സമ്പാദ്യമുണ്ട്, ഇത്രയും സൗന്ദര്യമുണ്ട്, ഇതുവരെ ഒരു പയ്യനും ആയില്ലേ? നിനക്ക് ഇത്രയൊക്കെ ദണ്ണമാണെങ്കിൽ കെട്ടിച്ചോട്ടെ. ആരെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും പിടിച്ച് കെട്ടിച്ചൂട്. പിന്നെ അല്ലാണ്ട് ഞാൻ തോറാനാ അള്ളി അങ്ങ് മറിക്കുവോ അന്ന് ഒരു മൈക്ക് കിട്ടിയെന്ന് പറഞ്ഞ് വായിക്കുമെന്ന് ഓതാക്കിപ്പെട്ടു. എന്തുവാടാ നിലവാരമില്ലാത്ത എന്തൊക്കെയോ കുറെ സംഭവങ്ങള്. അതും കുറേ ആൾക്കാരില്ല, എന്നെ ഇരിക്കുന്നുണ്ട്, ഷൈജു കുറുപ്പ് ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് പേര് ഇരിക്കുന്ന സമയത്തും ഇത്രയും നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കിടന്ന് വെവിളിത്തനം കാണിക്കാൻ കുറച്ച് ഞാനൊന്നും പറയണില്ലേ. ഞാൻ എന്തോന്ന് പറയാനിടേ, ഇതെന്തോന്നിടേ ഇതൊക്കെ? എന്തിനാ എല്ലാരും വിചാരിക്കുന്നു ഞാൻ ഓൾറെഡി ഒരാളെ വെച്ചിട്ടുണ്ടെന്ന്. അതൊന്ന്. ഇന്നൊന്ന് വേറെ ചില പ്രോബ്ലങ്ങളുണ്ട്. വേറെ ചില പ്രോബ്ലം? ഒരു പ്രോബ്ലം சொல்ல முடியுமா? അതെന്നാ പ്രോബ്ലംന്നാ, ഞാൻ എല്ലാരും വിചാരിക്കാണ് ഞാൻ വന്ന് ഭയങ്കരമായിട്ട് എതിർപ്പാക്കും. എന്തെന്നാ എതിർപ്പാക്കും? ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ടാവും അങ്ങനെ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ ഇതൊക്കെ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാ ചേച്ചി പെട്ടെന്ന് ഒരു വീഡിയോ കാണിച്ചു തരട്ടെ. ഓക്കെ, എന്തോ ആ പിടിക്കാൻ വന്നു. ഓക്കെ, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ പ്ലീസ്. ഒരു പടം ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സ് ഭയങ്കര ഡിസ്റ്റർബായി. അത് കല്യാണമേ കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു പോയി. പടം ആ പടം കണ്ട് എനിക്ക് എന്റെ കല്യാണ ജീവിതം ആലോചിച്ച് ഞാൻ ഛർദ്ദിക്കുക ചെയ്തു. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഈ കുട്ടി എന്തൊക്കെയോ ഞാനിതിന് ഉത്തരവാദിയല്ല. ഉണ്ണിമുക്കുന്ദൻ അവர்களെ ഒന്ന് എനിക്കൊന്ന് പഞ്ചാബി ഹൗസിൽ അഭിനയിച്ചുല്ലേ? പഞ്ചാബി ഹൗസാ? പാട്ടാറിന്റെ ലാലേട്ടന്റെ പാട്ട്. ഞാൻ ജാക്സൺ അല്ലടാ ആ പാട്ട് എല്ലാരും എനിക്കറിയാം. കവിത ബൈജു, നനസ്വര, ബേസിൻ ജോസഫ്, പ്രണവ് മോഹൻലാല്, കല്യാണി. അപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഉണ്ണി മുകുന്ദനോട് ചെറിയൊരു ക്രഷ് ഉണ്ടെന്നാണ് പറഞ്ഞു വന്നേക്കുന്നത്. ഓ, കേറി പിടിച്ച് അവള് പിടിക്കേണ്ട അടുത്ത്. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂവിൽ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഉണ്ണി മുകുന്ദന്റെ അടുത്ത് ക്രഷ് തോന്നിയെന്ന് പറഞ്ഞതാണ് ഇവക്ക് കേട്ടത്. എന്തുവാടേ ഇവിടെ ഉണ്ണി മുകുന്ദന്റെ അടുത്ത് ക്രഷ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഉണ്ണി മുകുന്ദനെ കെട്ടണം എന്നാണ്. എനിക്ക് എത്രയോ പെമ്പിള്ളേരത്, എത്രയോ നടിമാരെടുത്ത് വഴിയ മുമ്പ് എത്രയോ പെമ്പിള്ളേരെ കാണുമ്പോൾ ക്രഷ് തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം പോയി എനിക്ക് കെട്ടാൻ പറ്റും. പോയി കയറി കൊടുത്ത് ആടി കവാല നോക്കി കിട്ടും. അതുകൊണ്ട് ഈ ക്രഷ് തോന്നുന്നവരെല്ലാം കെട്ടണമെന്ന് പറയുന്ന മീര അനിലിന്റെ ആ ഒരു കോൺസെപ്റ്റ് എടുത്ത് മാറ്റിപ്പോയി. ഇത് ഏത് നൂറ്റാണ്ടില് ഇതെന്തുവാ ക്രഷ് എന്ന് പറയുമ്പോൾ നമുക്കൊരാളെ കാണുമ്പോൾ കൊള്ളാം, ഫെയറാണ്, നമുക്കൊരു ക്രഷ് വന്നാൽ കൊള്ളാം, ആ ഒരു സംഭവം അതാണ് ക്രഷ്. അല്ലാണ്ട് ആരോട് പറ, ആര് കേൾക്കാൻ? ഇതെല്ലാം കൊള്ളാം, ബാക്കി പറ. ഉണ്ണി മുകുന്ദൻ ഒരാള്, രണ്ടാമത് മൂന്നാമത് നാലാമത് சொல்ல முடியுமா? சொல்ல முடியும். ഫസ്റ്റ് ഉണ്ണി മുകുന്ദൻ, സെക്കൻഡ് വന്ന് ധ്രുവ് വിക്രം, തേർഡ് വന്ന് മലയാളികളെ കുറെ പേരുണ്ട്, ആസിഫ് അലി. ആ കല്യാണം കഴിഞ്ഞു, കുഴപ്പമില്ല. ഓക്കെ. അതായത് ഈ മീരയുടെ കൊണച്ച ചോദ്യത്തിന് നല്ല അടിപൊളിയായിട്ട് ഈ ശിവാങ്കി നൈസായിട്ട് തട്ടി അങ്ങ് വിട്ടിട്ടുണ്ട്. നൈസായിട്ട് ധ്രുവക്കമ്മുണ്ട്, പിന്നെ ആസിഫ് അലിയുണ്ട്, കല്യാണം കഴിഞ്ഞ് കുഴപ്പമില്ല. ഈ ക്രഷ് എന്ന് പറയുന്ന സാധനം അത്രേ ഉള്ളൂ, അല്ലാണ്ട് വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് ആരെടുത്ത് വേണോ നമുക്ക് കാണുന്ന സമയത്ത് ക്രഷൊക്കെ തോന്നും, കൊള്ളാം, നമുക്കൊരു ഒരു ഒരു കുളിർമയൊക്കെ തോന്നും ചില പിള്ളേരൊക്കെ കാണുമ്പോൾ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ മീര വിചാരിക്കുന്നല്ല ആന കാര്യമൊന്നുമില്ല. കേട്ടാ, ക്രഷ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞ് കെട്ടി വീട്ടിൽ കൊണ്ടിരുത്താം. നീ ബ്രോക്കർ പണി തുടങ്ങണേ, നിനക്ക് അതാണ് പറ്റിയത്. ബ്രോക്കർ പണി മോശമൊന്നുമല്ല, നിനക്കത് ശരി, നിനക്ക് ആ ഒരു ഫീൽഡില് അത്യാവശ്യം നന്നായിട്ട് നിൽക്കാൻ പറ്റും. അതിന്റെ റീസൺ വേറെ ഒന്നുമില്ല, നല്ലപോലെ കൺവിൻസ് ചെയ്ത് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഉണ്ണി മുകുന്ദനെ ഇവളെ പിടിച്ച് കെട്ടിക്കും എന്നുള്ള രീതിയിലായി ഉള്ള പറച്ചില്. ഋഷു തോന്നിയെന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങ് ആ സെറ്റപ്പ്. പക്ഷെ ശിവാങ്കി നൈസായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് ഉണ്ണി മുകുന്ദൻ മാത്രമല്ല വേറെ ഒരുപാട് പേർക്ക് കൃഷി ഉണ്ടെന്നുള്ള രീതിയിൽ തട്ടി അതിനെ തിരിച്ചു വിട്ട്, അതുകൊണ്ട് എറിപ്പോയില്ല. അവൾക്കറിയാം ഇവളെ അണ്ണാക്കി മറ്റേ കൊടുക്കേണ്ട ഉത്തരം കൊടുക്കാൻ, അതുകൊണ്ടാണ് അവളത് തട്ടി തിരിച്ച് വിട്ടുകൊടുത്തത്. ഇവള് മറ്റേ ഇടയിൽ കൊണസ്റ്റ് ചോദ്യം ചോദിക്കുന്നു, അവള് നൈസായിട്ട് തന്നെ തട്ടി ഡൈവ് അടിച്ചങ്ങ് വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ് സന്ദീപ്, നമ്മുടെ എക്കോയിലെ സന്ദീപ്, പടക്കളം സന്ദീപ്. സന്ദീപ്
ഓക്കെ, എന്തുകൊണ്ടാണ് സന്ദീപിനെയും ധ്രുവ് വിക്രമിനെയും ഒക്കെ ഇത്ര ഇഷ്ടപ്പെടുന്നത്? കാരണം ലെന ചേച്ചി പറഞ്ഞല്ലോ, ഹസ്ബൻഡ് പറഞ്ഞു, ലെന ചേച്ചിയുടെ കണ്ണ് കണ്ടപ്പോഴാണ് ആ ഫയർ കിട്ടിയത്, എന്താ ഒരു വൈബ് കിട്ടിയെന്ന്. എന്തുകൊണ്ടാണ് ഈ ധ്രുവ് വിക്രമിനും സന്ദീപിലും ഒക്കെ ആ ഫയർ കണ്ടത്? എങ്ങനെയാണ്? ഏതോ ഞാനേതോ അവരെ കണ്ട് കല്യാണം കഴിച്ച മാതിരി അവർ കല്യാണം കഴിച്ചു ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എനിക്കൊന്ന് ക്രഷാണ്. ഇനി ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടില്ല, നേരത്തെ. ഈ മീരയുടെ വിചാരം അതാണ്. ഈ ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം കെട്ടണം, ഈ ഒരു സെറ്റപ്പാണ്. എന്ത് തലവേദന! നിന്നെയൊക്കെ വീട്ടിലുള്ളവർ എങ്ങനെ സഹിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇമ്മാതിരി തള്ളും ചളുവൊക്കെ ആയിരിക്കും അടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ സാധിക്കുന്നത് ആളോ ഉവ്വേ? ഇതൊക്കെ മീരയെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഇടക്കിടയ്ക്ക് വന്നിട്ട് കയറി പോകും. അതുപോലെ വേറെ 1-2 വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പോട്ട് വീട് പുല്ല്, എവിടെയെങ്കിലും പോയി തൊലയിട്ട്. എന്തായാലും കൊള്ളാം. ഇത്ര നിലവാരമില്ലാത്തൊക്കെ ചോദിക്കാൻ മീരയെ കൊണ്ടേ പറ്റത്തുള്ളൂ. മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും നല്ലതാ. അപ്പൊ ഇപ്പൊ ധ്രുവ് വിക്രം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ധ്രുവ് വിളിക്കുകയാണ്, ഞാൻ റെഡിയാണ് ശിവാംഗി, നീയുമായിട്ട് എന്തോ ഒരു അലിയൻസിന് ഞാൻ റെഡി അമ്മ എന്ന് പറഞ്ഞു വിളിച്ചാൽ എന്ത് പറയും? സോറി, ഐ എം ഓൾറെഡി ടേക്ക് എന്ന് അവര് പറയും. ആര്? ധ്രുവോ? അയ്യോ. ഓക്കെ, ഇതെടുത്ത്. ഓക്കെ, സന്ദീപ് വന്നാൽ എന്ത് ചെയ്യും? സന്ദീപ് എടുത്ത് പോയി. എനിക്കൊന്ന് ഭയങ്കര ഫാനാ. എനിക്ക് നിങ്ങളുടെ പടക്കണം ഭയങ്കര ഇഷ്ടമായി. എസ്പെഷ്യലി ആ 3 റോൾ ഡിഫറെന്റാ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഒരുമാതിരി ആയിപ്പോയി, അങ്ങനെ എന്നൊക്കെ ഞാൻ പറയും. ഇത്രയും പറയുമ്പോ തന്നെ സന്ദീപ് ഫ്ലാറ്റ്. അല്ല, ഇനിയിപ്പോ ഉണ്ണി മുകുന്ദനാണെങ്കിലോ? ഇത് വീണ്ടും കറങ്ങി ഉണ്ണി മുതൽ കൊണ്ട് എത്തിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഉണ്ണി മുകുന്ദൻ കല്യാണം കഴിക്കാത്ത ഒരുത്തനാണല്ലോ. അതുകൊണ്ട് നൈസായിട്ട് അവിടെ ഇട്ട് കുത്തി കറക്കിയിട്ട് നിൽക്കണം. ആസിഫ് അലിയുടെ പേര് പറഞ്ഞു, അതിലോട്ട് ചാടുന്നില്ല. നേരെ ഉണ്ണി മുകുന്ദൻ സിംഗിൾ, അതുകൊണ്ട് അവനിലിട്ട് കറക്കുകയാണ്. ഇപ്പൊ കല്യാണം നടത്തും. അതാണ് മീര. ബ്രോക്കർ ആടി, നീ ബ്രോക്കറാ നിനക്ക് പറ്റിയ പരിപാടി. ഇതൊക്കെ വിട്ട് നീ നല്ലപോലെ കൺവിൻസ് ചെയ്തെടുക്കുക. കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലാത്തവരെ നീ കല്യാണം കഴിപ്പിച്ചെടുക്കുക. അതാണ് നിന്റെ മൈൻഡ് സെറ്റ്. അതെനിക്ക് മനസ്സിലായി. അയ്യോ, ഉണ്ണി മുകുന്ദൻ എന്റെ ചൈൽഡ്ഹുഡ് ക്രഷ്. എനിക്ക് കണ്ടാലേ അത്ര വലിയ ഹൈറ്റ് ബോഡി എല്ലാം കണ്ടാലേ ഞാൻ ഒന്ന് ആയിപ്പോവും. ആ കണ്ണാണോ ചിരിയാണോ ഉണ്ണിയുടെ ഇത്രയും അട്രാക്ട് ചെയ്തത്? ഫേസ്. എല്ലാരും ഇപ്പോ ബോയ്സ് എല്ലാം വന്ന് ഗേൾസിന്റെ കണ്ണ്, മൂക്ക് അങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് ഓവറോൾ കണ്ട ഒരു ജഡ്ജ്മെന്റ് ആണ് എപ്പമേ. ഉണ്ണി ഓവറോൾ ഉണ്ണിക്ക് ഒരു മാർക്ക് ഇടുകയാണെങ്കിൽ 9.5 മാർക്ക് ഔട്ട് ഓഫ് 10 അല്ലേ ശിവാംഗി? ഞാനാരാ മാർക്ക് ഇടാൻ? മാർക്ക് ഇടുന്നില്ല നമ്മൾ. ഇല്ല, ദൈവം സൃഷ്ടിച്ചതാണ്. നമ്മൾ മാർക്കിട്ട് അതിനെ വന്ന് ചെയ്യാൻ പാടില്ല. മീര എത്ര വിവരക്കേട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ നൈസായിട്ട് ശിവാംഗി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇത്രയും വിവരം കെട്ട ചോദ്യങ്ങൾ മാർക്കിടാൻ നിൽക്കണം. ഒരാളുടെ സൗന്ദര്യത്തിനെ ജഡ്ജ് ചെയ്ത് മാർക്കിടാൻ നിന്ന് കഴിഞ്ഞാൽ നിന്റെയൊക്കെ ഉള്ളിലുള്ള സാധനം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്ന പോലെ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ നിൽക്കില്ല. ഫാഷൻ ഷോയ്ക്ക് അതിന് ഇതിനൊക്കെ ജഡ്ജ് ചെയ്യുക. അത് ഓരോ ഡ്രസ്സിങ്ങും നടത്തത്തിന് അതിന് ഇതിനൊക്കെയാണ്. അല്ലാണ്ട് ഒരാളെ വെച്ചിട്ട് 10-ൽ 9, 9.5 ഈ ഒരു സെറ്റപ്പ് വേണ്ട. എല്ലാവർക്കും അതിൻ്റെതായ അവരവരുടേതായ സൗന്ദര്യങ്ങളും കാര്യങ്ങളും ദൈവം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ ഭൂമി ജനിച്ചു തന്നെയാണ്. നമ്മളാരും സ്വന്തമായിട്ട് വരച്ചുണ്ടാക്കി വന്നതല്ല. മനസ്സിലായ? അതുകൊണ്ട് ഒരാളുടെ സൗന്ദര്യത്തിനെയും ഒരാളുടെ അപ്പിയറൻസിനെയും ജഡ്ജ് ചെയ്യേണ്ട റൈറ്റ്സ് ആർക്കും ഇല്ല. ഇവിടെ മീരയുടെ കൊണക്ക് നല്ല അടിപൊളിയായിട്ട് അവള് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നിനക്കില്ലാത്തതും അവക്കുള്ളത്. കേട്ടാ മീര? എന്റെ കുട്ടിയുടെ അടുത്ത് പഠിക്കാനുണ്ട്. അപ്പൊ മാർക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇപ്പൊ കൈ തട്ടിയത് ബിബിൻ ജോർജ് ഓൾറെഡി മാരീഡ് 3 കിഡ്സ് പോയി വിട്ട്. അത് ഓൾറെഡി ടേക്കൺ, ടു മച്ച് ടേക്കൺ. വിട്ടേക്കു ഞങ്ങള്. ഓക്കെ, അപ്പൊ സന്ദീപും ഉണ്ണി മുകുന്ദനും ഒരുമിച്ച് വന്നു, എന്ത് ചെയ്യും? അത്രേ ഉള്ളൂ. ഞാൻ 2 പേരുടെ കൂടെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കും. കല്യാണത്തിലേക്കൊന്നും കടക്കില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യോ? എടുത്തോണ്ടേ പോയി. അപ്പൊ അത് ക്രീപ്പി ബിഹേവിയർ. അത് അതെ, അണ്ണാക്കി കിട്ടി മറുപടി. എന്നിട്ടും അത് മനസ്സിലാക്കാണ്ട് എന്ന് ചിരിക്കാൻ കാണിക്കുന്ന മീരയുടെ ആ ഒരു കണ അത് തന്നെ വലിയ ക്വാളിറ്റി ഇല്ലായ്മയാണ്. വേറെ ഒന്നുമല്ല, അണ്ണാക്കിലാണ് ശിവാംഗി കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ അപ്പുറം ഇതൊന്നും ഇല്ല. തീർത്ത് ഈ ക്രഷ് അത് ഇത് കോപ്പ് ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ ചാടി കയറി പിടിക്കുന്ന ആ പരിപാടി അവൾക്ക് എന്തായാലും ഇല്ല. അവളൊരു ഫോട്ടോ എടുക്കുന്ന ചോദിച്ചിട്ട് ചില ബാക്കിയും പോവും. കേട്ടാ? എന്തായാലും നിന്റെ ക്വാളിറ്റി ഇല്ലായ്മയാണ് അവിടെ എക്സ്പോസ് ആവുന്നത്. എന്നിട്ട് അവള് പിടിച്ച് അണ്ണാക്കി തന്ന് വിട്ടിട്ടും എന്ന് ചിരിക്കാൻ കാണിച്ച നിന്റെ മനസ്സ്, അത് ഒന്നുകിൽ നിനക്കത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ നിനക്കത് മനസ്സിലാക്കാനുള്ള ബോധമില്ല. ഇതിലേതോ ആണ് സംഭവം. അപ്പൊ ഞാൻ ചോദിക്കട്ടോ ഒരു കാര്യം, ജെൻസി കുട്ടികളുടെ ചോദ്യമാണ്, സിറ്റുവേഷൻഷിപ്പോ റിലേഷൻഷിപ്പോ? ഞാൻ ജെൻസി ആയിരുന്നാലുമേ ഞാൻ ഒരു ഭയങ്കര ഓൾഡ് സ്കൂൾ കുട്ടിയാണ്. എനിക്ക് വന്ന് ഇങ്ങനെ സ്മോൾ തിങ്സ് മാറ്റേഴ്സ് ടു മീ ലോട്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എന്താ പറയണ്ടേ, എനിക്ക് റിലേഷൻഷിപ്പ് അത് സിറ്റുവേഷൻഷിപ്പ്, അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പേ സിറ്റുവേഷൻഷിപ്പ് മാതിരി ആയിക്കൊണ്ടിരിക്കാൻ. റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴേ ഇത് വന്ന് എന്ത് കല്യാണം കഴിക്കോ ഇല്ലയോ, ഇത് എവിടേക്ക് പോകുന്നോ ഇല്ലയോ, ശരി ഇപ്പതിക്ക് ചുമ്മാ ജാലിയായിരിക്കാം, അങ്ങനെയാണ് ഇപ്പം എല്ലാം പോകുന്നത് റിലേഷൻഷിപ്പ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഐ സ്റ്റിൽ വാണ്ട് ദറ്റ് റീഅഷ്യൂറൻസ്, ദറ്റ് ടൈം, അറ്റൻഷൻ. അതിപ്പോൾ ഭയങ്കര ഒരുമാതിരി ലാക്കിംഗ് ഉണ്ട്. ഓ അങ്ങനെ. ബെഞ്ചിങ്ങിൽ വല്ല താല്പര്യമുണ്ടോ? എന്ത് ബെഞ്ചിങ്ങാ? ആ അങ്ങനെ. ഓ നല്ല കുട്ടി കേട്ടോ. എന്റെ ചേച്ചിക്ക് അറിയാം ബെഞ്ചിങ് എന്താ. ബെഞ്ചിങ് അല്ല, ബെഞ്ചിങ് എന്നൊരു സാധനം ഉണ്ട്. ബിബിൻ അറിയാം ബെഞ്ചിങ്.
അതായത് ഒരു ബെഞ്ചിൽ നമ്മൾ 3-4 പേരെ ഇരുത്തുന്നത് പോലെ നമ്മളിങ്ങനെ സ്റ്റാൻഡ് ബൈ വെക്കും. ഒരാൾ പോയാൽ അടുത്ത ആള് പോയാൽ അടുത്ത ആള്. അത്ര ടാലന്റ് എനിക്കില്ല. അതായത് നമുക്കെല്ലാം നൈറ്റ് ഉറങ്ങാനേ ടൈമില്ല. ഇതിൽ 3 പേരെ നിക്ക വെച്ച് അവന്റെ ഉറക്കം കെടുത്തി വൈ ഈ പാപം, ഇത്ര പാപം നമുക്ക് ആവശ്യമില്ല. അത്രയും പാവം വേണ്ട. എന്നാലും ഒരു പയ്യനെ കണ്ടു, ഈ പറഞ്ഞു ഒരു പയ്യനെ കണ്ടിട്ട് ഫസ്റ്റ് ലുക്കിലെ ഒരു ഓക്കെ ആയി. എങ്ങനെ, ഹൗ വിൽ യു അപ്രോച്ച് ദാറ്റ് ഗൈ? എന്തുവാടെ ഇത്? ഇവളെന്താ ഈ മീര, നീ എന്താ അവീതം പിടിക്കാൻ നടക്കുന്നതാ? എനിക്ക് മനസ്സിലാവുന്നില്ല. ബെഞ്ചിങ്, നാളെ ചെയറിങ്, ഊഞ്ഞാലിങ്, ഊഞ്ഞാലിങ് ഒന്നും പറയുന്നില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്തുവാ ഇത്? ആ ചാനലിന്റെ ക്രെഡിബിലിറ്റി കളയാനായിട്ടാണ് ഇവളെ പിടിച്ചേർത്ത് ഇങ്ങനത്തെ കുണച്ച് ചോദ്യങ്ങൾ ചോദിപ്പിച്ചായിരിക്കില്ല. ഇവള് ചോദിച്ചതായിരിക്കും. ബെഞ്ചിങ്, കോപ്പ്, ഇതൊക്കെ എന്തുവാടാ? ബെഞ്ചിൽ പിടിച്ചിരുത്തിട്ട് ഓരോന്ന് പോകുമ്പോ അടുത്ത് വന്ന് ബെഞ്ചിങ്, ബെഡിങ്, പറ ഓരോന്നിട്ട് പറ. ഓരോരുത്തന്മാർ കിടന്നിട്ട് അടുത്ത പോകുമ്പോ അടുത്തത് വരും. അതും കൂടി പറ. പിന്നെ അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ? ഇതെന്താ അപരാധമാ വിളിച്ച് പറയുന്നത്? ഇത്രയും വിവരം കേടാണ്. വിവരമില്ലായ്മയുടെ അലങ്കാരമായി കൊണ്ട് നടക്കുന്ന അത്ര നല്ലതൊന്നും അല്ല കേട്ടോ. ഞാൻ അപ്രോച്ച് ചെയ്യില്ല ഇനിമേ. ബിക്കോസ് ഞാൻ അപ്രോച്ച് ചെയ്തല്ലേ എനിക്ക് തന്നെ തേച്ചിട്ട് പോയി. റിയലി? ഇത്രയും സൗന്ദര്യമുള്ള ഇത്രയും കഴിവുള്ള കുട്ടീനെ ആരാണ് തേച്ചത്? സൗന്ദര്യമല്ല ഇപ്പോഴാണ് വരാൻ തുടങ്ങിയത്. പണ്ടെല്ലാം കുറച്ച് ഓക്കെ തന്നെയായിരുന്നു ഞാൻ. സൗന്ദര്യം കുറച്ച് ഇപ്പൊ കുറച്ച് 26-27 വയസ്സിലാവുമ്പോ നമുക്ക് മെച്യൂരിറ്റി വരില്ലേ, അപ്പോഴാണ് വരാൻ തുടങ്ങി. അതിനു മുമ്പ് ആരത്? ബിപിൻ ജോർജിനെ സഹിക്കുന്നില്ല. അതാ നിങ്ങൾ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നു. എന്നാലും സൗന്ദര്യം, അപ്പൊ ഇത്രയും സൗന്ദര്യം കഴിവ് ഇത്രയും സമ്പാദിക്കുന്ന വലിയ കാറൊക്കെ എടുത്തത് ഞാൻ കണ്ടു. ബെൻസോ കണ്ടുണ്ടോ? അത് എല്ലാരും വിചാരിക്കും ഞാൻ ഏതോ ഒറ്റ കാശുണ്ട്, ലോണിലുണ്ട്. അതുകൊണ്ട് ലോൺ ഉണ്ട്, കുഴപ്പമില്ല. ലോൺ ഉണ്ട്. പ്ലസ് ഞാൻ ആ കാശ് എന്റെ കല്യാണത്തിന് ചേർത്ത് വെച്ച കാശാണ് FD-യിൽ. ഞാൻ വിചാരിച്ചു 25 വയസ്സിനുള്ളിൽ കല്യാണമായി, 27 വയസ്സിനുള്ളിൽ ഒരു അമ്മയാവണം, 30 വയസ്സിൽ ഇനിയൊരു കുട്ടി ഉണ്ടാക്കണം. അതോടെ എന്റെ പ്ലാൻ എങ്ങനെയായിരുന്നു? 25 വയസ്സിൽ കല്യാണം നടന്നില്ല, കാശുണ്ടായിരുന്നു, കാർ വാങ്ങി. ഇതാണ് സ്റ്റോറി. സെമ്മ പ്ലാനിങ് മച്ചാ. ഞാൻ പോലും 35 വയസ്സായി, ഇപ്പോഴും പിള്ളേരെ പറ്റി പ്ലാനിങ് തുടങ്ങുന്ന പോലും ഇല്ല. ഓ മൈ ഗോഡ്. എന്നിട്ട് എത്ര കുട്ടികളാണ് വേണം എന്ന് ആലോചിച്ചിരുന്നത്? അപ്പൊ 26-ൽ 1, 30-നുള്ളിൽ 2 ഫിനിഷ് ലൈഫ്. ഓക്കെ, അങ്ങനെ 30-ൽ 2 ഫിനിഷ് ഇല്ലേ? അതെ, ഈ ഉലകത്തില് 2 പേരെ, അതായത് ഒരാളെ വാക്കുന്നതേ ഇന്ന് വിടാണ്ട്. ഇന്നാണ് ഞാൻ വന്ന് ഒരു LKG പ്ലാൻ ചോദിച്ചത്. LKG-ന് 1.5 ലക്ഷം രൂപയാണ് ഇന്ന് ഫീസ്. അപ്പൊ എങ്ങനെ ഞാൻ വന്ന് എല്ലാവർക്കും ഇത്ര കുട്ടികളെ ഉണ്ടാക്കി അവർക്ക് കാശ് കൊടുക്കും? 12 കോളേജെല്ലാം വന്ന് ഇത് 4th ഇയർ വരെ പഠിക്കണം. ഇതിൽ വേറെ മാസ്റ്റേഴ്സ് പഠിച്ചിട്ട് പോലും ചില പേർക്ക് ഇന്ന് ജോലി വേറെ കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? 2 കുട്ടികൾ മറ്റും പോതും. അങ്ങനെയല്ല, ഞാൻ വന്ന് 1-2 നോക്കാം. എന്റെ ഹസ്ബൻഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്, വിഷ്ണു. ഇതെല്ലാമേ കേട്ട് പഠിക്കുമ്പോ കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ശിവാംഗി ഇനി ഒരുപാട് സംസാരിക്കണം എന്നുണ്ട്. എന്നാലും വിശേഷങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, വെയിറ്റ് ചെയ്യട്ടെ. ഒരു സർപ്രൈസ് ഉണ്ട്. ഓക്കെ, സർപ്രൈസ് ഉണ്ടാ? ആരെങ്കിലും കൂട്ടിട്ട് വരുന്നുണ്ടാ? അത് വെയിറ്റ് ചെയ്യണം. അത് ഞങ്ങൾ ഇപ്പൊ പറയത്തില്ല. ഓക്കെ 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 ഓക്കെ. അപ്പോ വലിയൊരു കൈയടി കൊടുത്തോണ്ട്. ഒരു മിനിറ്റ്, ഞാൻ അവാർഡ് വാങ്ങിയതിന് നന്ദിയേ പറഞ്ഞില്ല. ഓക്കെ, ഇതൊക്കെയാണ് സ്വന്തം ഭർത്താവ് അപ്പുറത്തിരിക്കെ തന്നെ ഇങ്ങനത്തെ അപരാധ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടൊക്കെ പോവാനായിട്ട് മീഡിയയെ കൊണ്ടേ പറ്റത്തുള്ളൂ. മീഡിയയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും ഒന്നും പറയാനില്ലടേ. അവളെന്തായാലും നൈസായിട്ട് ശിവാംഗി എല്ലാം നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വർത്താനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വിവരമില്ലായ്മ, വിവരക്കേട് അറ്റ് ദ ബിഗ് ലെവൽ, അത് മീഡിയക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ്. എനിക്ക് അത്രയ്ക്ക് എന്ന് പറഞ്ഞായിട്ട് ഇത് തോന്നി. ഇത്രയും ആൾക്കാർ ഇരിക്കുന്നു, ലന, ഷൈജു കുറുപ്പ് എല്ലാവരും ഇരിക്കുന്നു. ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ കുറെ കൊണാണ്ടർ ചോദ്യങ്ങൾ ചോദിച്ച് ഇവരെ വിചാരം എന്റർടൈനിങ് ആണെന്നാണ്. കോപ്പ് ചളവ് അടിച്ച് അപരാധം പറഞ്ഞ് ബെഞ്ചിങ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് സീരിയസ്ലി ബെഞ്ചിൽ പിടിച്ചിരുത്തിയിട്ടുള്ള പരിപാടിയത്. എന്തൊക്കെയോ കേൾക്കുന്നു, കാണുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ആയിട്ടാണ്.